അപ്പോൾ ഈ ധ്യാനം ആരംഭിക്കുമ്പോൾ തന്നെ സർവാധിപനായ കർത്താവ് ഈശോ മിശിഹായെ ആരാധിച്ചുകൊണ്ട് ഈ കൂനമ്മാവ് മേഖല അഭിഷേകാഗ്നി ഗ്രൂപ്പിനെ ശക്തമായ ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈശോയെ നമ്മുടെ മുമ്പിലേക്ക് എഴുന്നള്ളുന്നു, രാജാവ് എഴുന്നള്ളുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി അല്ല, കഴുതപ്പുറത്ത് എഴുന്നള്ളി വന്ന രാജാവാണ്. നമുക്ക് മുട്ടുകുത്തി എഴുന്നള്ളുന്നു, രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. നന്ദി. ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം, മന്നിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. എഴുന്നള്ളുന്നു, രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. നമുക്ക് ഈശോയ്ക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതോടൊപ്പം ഓശാന ഞായറാഴ്ച നമ്മൾ ആഘോഷിച്ചു, തുടർന്ന് ഉയർപ്പ് കഴിഞ്ഞു. ആ ഉയർപ്പിൻ്റെ ചൈതന്യം നമ്മളിൽ തുടിച്ചു നിൽക്കുന്ന അവസരമാണ്. അഭിഷേകാഗ്നി മിനിസ്ട്രിയുടെ കൂനമ്മാവ് മേഖലയിലുള്ള ദിനരാത്രം കർത്താവിന് വേണ്ടിയും ഈ കൺവെൻഷനുകൾക്ക് വേണ്ടിയെല്ലാം ശുശ്രൂഷിക്കുന്ന നിങ്ങളെ ഒരു പുത്തൻ അഭിഷേകം നൽകിക്കൊണ്ട് ഈ മേഖല കൺവെൻഷൻ്റെ 20ാമത്തെ വർഷമാണിത്. അടുത്ത കൺവെൻഷൻ 20ാമത്തെ കൺവെൻഷനാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളെ പ്രതി കർത്താവിന് നന്ദി പറയുകയും കർത്താവ് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായ നിങ്ങളെ വലിയ
അഭിഷേകം നൽകി വലിയ കാര്യത്തിന് യോഗ്യരാക്കുകയും ചെയ്യും. ആ ബോധ്യത്തോടെ എന്താണ് ഈ രാജാവിൻ്റെ രാജകീയത? ഈ നോയമ്പ് കാലത്ത് പരിശുദ്ധ പിതാവ് പറയുണ്ടായി, ഈ രാജാവ് മറ്റ് രാജാക്കന്മാരെ പോലെ കുതിരപ്പുറത്തല്ല വരിക, രാജകൊട്ടാരത്തിലല്ല താമസിക്കുക, കഴുതപ്പുറത്ത് വരുന്നു, എളിമയോടെ വരുന്നു. അന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സിഹിയോൻ പുത്രി, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ മേൽ നിന്റെ അടുത്തേക്ക് വരുന്നു. സാധാരണ രാജാക്കന്മാരെ കാണാൻ പ്രജകൾ അങ്ങോട്ട് പോയി അവിടെ കുറേ സമയം നോക്കി നിന്ന്, സമയമുണ്ടെങ്കിൽ കാണും, ഇല്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും. എന്നാൽ നിന്റെ രാജാവ് നിന്റെ അടുത്തേക്ക് വരുന്നു. അതാണ് ഈ രാജാവിൻ്റെ പ്രത്യേകത. ഇസ്രായേൽക്കാർ വിചാരിച്ചു റോമാ സാമ്രാജ്യത്തിൽ നിന്നും വിമോചനം കിട്ടി അവരുടേതായിട്ടുള്ള ഒരു പുതിയ രാജാവ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. യൂതന്മാരുടെ രാജാവ്, അങ്ങനെ യൂതന്മാർക്കൊരു രാജാവ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അവരിങ്ങനെ വിചാരിച്ചില്ല. ആ രാജാവ് കഴുതക്കുട്ടിയുടെ മേൽ വിനയാന്വിതനായി ഇങ്ങോട്ട് എഴുന്നള്ളി വരുമെന്ന്, നമ്മുടെ അടുത്തേക്ക്, ഓരോ ജനത്തിൻ്റെയും ഹൃദയത്തിലേക്ക്. അടുത്ത വചനം സക്കറിയായുടെ പ്രവചനത്തിൽ പറയുന്നത് ഇതാണ്: എഫ്രായിമിൽ നിന്നും കുതിരയും രഥവും അവൻ മാറ്റും, പടവില്ല് അവൻ ഒടിക്കും, അവൻ സമാധാനം സ്ഥാപിക്കും. ആ രാജാവ് അഹങ്കാരത്തിൻ്റെയോ പ്രൗഢിയുടെയോ ശക്തി കൊണ്ട് യുദ്ധം ചെയ്യുകയോ ചെയ്യുന്ന ഒരു രാജകീയതയല്ല. രഥവും കുതിരയും പടവില്ലും മാറ്റിവെച്ച് വിനയാന്വിതനായി കഴുതപ്പുറത്ത് വരുന്നു. ഓ രാജാവേ, സമാധാനമാണ് ആ രാജ്യത്തിൻ്റെ പ്രധാന തത്വം. എല്ലാം ക്ഷമിക്കുന്നു, സ്നേഹിക്കുന്നു. ഒന്നുകൂടി നമുക്ക് ആ വചനം ഓർക്കാം. ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി. ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും. പടവില്ല് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദി പറയുന്നു. കർത്താവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓശാനെ പാടിയ പോലെ നമ്മൾ സൂസാന പാടിയ ഈശോയെ എതിരേൽക്കുമ്പോൾ നമ്മളും എളിമപ്പെടാൻ വേണ്ടി ദാഹിക്കുക. ഈശോ പറഞ്ഞു, ഞാൻ വന്നത് ശുശ്രൂഷിക്കാനാണ് വന്നത്, ശുശ്രൂഷിക്കപ്പെടാനല്ല. ഒരു ശുശ്രൂഷകനായിട്ടാണ് ഈശോ വന്നത്. നിങ്ങളെല്ലാവരും ശുശ്രൂഷകരാണ്.
സെഹിയോൻ മിനിസ്ട്രിയുടെ ശുശ്രൂഷകൾ, ദൈവമേ, വിനയത്തിൻ്റെ ആ മാതൃക ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. എളിമയുള്ളവർ ഭാഗ്യവാന്മാർ. എളിമപ്പെടുമ്പോൾ മഹത്വപ്പെടുന്നു, വിനയം പെടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ശലാഹാലബല. നമുക്ക് എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം ആലപിക്കുമ്പോൾ, ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം ആലപിക്കുമ്പോൾ ഈശോ ആത്മാവിൽ നിറഞ്ഞവനായിട്ട് ജെറുസലേമിലേക്ക് വന്നു. ആത്മാവിൽ നിറഞ്ഞവൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രതാപവും ശക്തിയാണ്. യേശുവിൻ്റെ ദൈവിക പ്രതാപം, ദൈവിക സാന്നിധ്യമാണ്. അത് എളിമയുടെയും സമാധാനത്തിൻ്റെയുമാണ്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൻ്റെയാണ്. ആ ബോധ്യത്തോടെ നമുക്കിങ്ങനെ ഏറ്റുപാടി പ്രാർത്ഥിക്കാം. എന്നിൽ